കോഴിക്കോട് നെടുമണ്ണൂർ LP സ്കൂൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട BJPയെ വലിച്ചിഴച്ചതിൽ BJP പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. സർവകക്ഷി യോഗത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ തന്നെ തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയും അതോടൊപ്പം BJP ഉന്നയിച്ച ഈ പൂജയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും BJPയും ഇതര പ്രസ്ഥാനങ്ങളെയും വലിച്ചിഴക്കുകയും ആ ചോദ്യങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവും ഈ യോഗത്തിൽ നൽകാൻ വേണ്ടി മറ്റ് കക്ഷികൾക്ക് തയ്യാറായിട്ടില്ല. ആനന്ദ് പുത്തൂർ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം നെടുമണ്ണൂർ സ്കൂളിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് മാനേജ്മെന്റ് ഗണപതി ഹോമവും ദേവീപൂജയും സംഘടിപ്പിച്ചത്. ഇതിലേക്ക് ഈ പൂജ നടന്ന ഹാളിലേക്ക് DYFI CPM പ്രവർത്തകർ ഇരച്ചുകയറി വിളക്കുകൾ ചവിട്ടുതെറിപ്പിക്കുകയും ഈ പൂജ നടത്തിയ പൂജാരിമാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതായി മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. മാത്രമല്ല ഈ മാനേജ്മെന്റ് ഭാരവാഹിയുടെ അടക്കം കൈയേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടായത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആരോപണം ഉണ്ടായിരുന്നു. എന്തായാലും അവർ ആ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു സംഭവം വളരെ വിവാദമായിരുന്നു. അതായത് വിശ്വാസങ്ങൾക്കെതിരെ ഒരു കടന്നുകയറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു പല ആക്ഷേപങ്ങളും വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തുടർന്ന് DYFIയുടെയും CPMന്റെയും നേതൃത്വത്തിലേക്ക് സ്കൂളിലേക്ക് മാർച്ചടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ BJP പ്രവർത്തകരാണ് ഇത്തരത്തിൽ പൂജ സംഘടിപ്പിച്ചതെന്ന് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ BJP പ്രതിഷേധം ശക്തമായി അറിയിച്ചിരുന്നു. കാരണം ഈ മാനേജ്മെന്റ് വിഭാവനം ചെയ്യുന്നത് ഒരിക്കലും BJP അല്ല. BJP പ്രവർത്തകർക്കും അതിൽ യാതൊരു ബന്ധവുമില്ല. ഔദ്യോഗികമായി BJPക്ക് യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും അത്തരത്തിൽ പൂജ നൽകാൻ വേണ്ടി BJP നൽകിയിട്ടില്ല എന്ന് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പോലും പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിശ്വാസികളാണ് ഗണപതി ഹോമം നടത്തിയത്. ഗണപതി ഹോമം നടത്തുന്നതിന് എന്തിനാണ് ഇത്തരത്തിലുള്ള അസഹിഷ്ണുതകൾ വരുന്നത്? അരാജകത്വമാണ് DYFI അടക്കമുള്ള സംഘടനകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നും ഈ BJP ജില്ലാ അധ്യക്ഷൻ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ സജീവൻ പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിന് ശേഷം BJP ഇതിലേക്ക് വലിച്ചഴിച്ചത് പ്രത്യേകിച്ച് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. വിശ്വാസികളാണ് അത്തരത്തിൽ ചെയ്തത്. BJPയിലെ ഇതിനെ അനാവശ്യമായി വലിച്ചഴിഞ്ഞ് വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ആരോപണവും BJP പറഞ്ഞിരുന്നു. എന്തായാലും തുടർന്ന് 2 ദിവസം സ്കൂൾ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തെ തുടർന്ന് പിന്നീട് ഇന്ന് സർവകക്ഷി യോഗം സ്കൂളിൽ സംഘടിപ്പിക്കുകയും സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ BJP അനാവശ്യമായി തങ്ങളെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ചിട്ടില്ല. അതായത് വിശ്വാസ സമൂഹത്തിന്റെ കൂടെ തന്നെയാണെങ്കിലും BJP ഔദ്യോഗികമായി ഇതിലേക്ക് പൂജ നടത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പ്രതിഷേധം അറിയിച്ച് BJP ഇറങ്ങിപ്പോയതായി BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് ബൈക്കാൻ മുമ്പ് കേട്ടത്. എന്തായാലും സ്കൂൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ സ്കൂൾ തുറന്നു പ്രവർത്തിക്കും തന്നെ.